കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട്. പച്ചപ്പ് പുതച്ച മലനിരകളും സ്വർണ്ണ നിറമുള്ള കടൽത്തീരങ്ങളും ശാന്തമായി ഒഴുകുന്ന കായൽപ്പരപ്പുകളും ചേർന്നൊരുക്കുന്ന മനോഹര ഭൂമി. ഈ നാടിൻ്റെ സിരകളിലൂടെ ഒഴുകുന്ന ജീവരക്തമാണ് ഇവിടുത്തെ ജലാശയങ്ങൾ. അവയിൽ റാണിയെപ്പോലെ പടർന്നു കിടക്കുന്നു വേമ്പനാട് കായൽ, കേരളത്തിൻ്റെ ഏറ്റവും വലിയ കായൽ. ഇതൊരു വെറും ജലാശയമല്ല, ലക്ഷക്കണക്കിന് മനുഷ്യരുടെയും എണ്ണമറ്റ ജീവജാലങ്ങളുടെയും ആശ്രയ കേന്ദ്രമാണ്. തലമുറകളായി ഈ തീരങ്ങളിൽ ജീവിതം തളിർത്തു, സംസ്കാരങ്ങൾ രൂപപ്പെട്ടു, സ്വപ്നങ്ങൾ നെയ്തെടുക്കപ്പെട്ടു. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് അത്താണിയാകുന്നതും ഈ വേമ്പനാട് തന്നെ. ഉത്സവങ്ങൾക്ക് നിറം പകരുന്ന വള്ളംകളിക്ക് പേരുകേട്ട നാട്. ഈ ശാന്തതയും സൗന്ദര്യവും തേടിയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും സഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഓളപ്പരപ്പുകളിലൂടെ മന്ദം നീങ്ങുന്ന കെട്ടുവള്ളങ്ങളും കായൽ കാറ്റേറ്റ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രകളും കാഴ്ചകൾക്കപ്പുറം മനസ്സിന് കുളിർമയേകുന്ന ഒരു അനുഭവമാണ്. എന്നാൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഈ മനോഹാരിതയ്ക്ക് പിന്നിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഈ ശാന്തതയ്ക്ക് താഴെ ഒരു നിലവിളി ഉയരുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന മനുഷ്യൻ്റെ ഇടപെടലുകൾ, അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം, അനിയന്ത്രിതമായ ടൂറിസം, ഇവയെല്ലാം ഈ ജലാശയത്തിൻ്റെ സുസ്ഥിരതയെ പ്രതികൂലമായി ബാധിക്കുന്നു. ആഘോഷിക്കപ്പെടുന്ന ഈ സൗന്ദര്യം തന്നെയാണോ വേമ്പനാടിൻ്റെ ശാപം? സംസ്ഥാനം അതിൻ്റെ ശാന്തമായ കായലുകൾ, സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ക്ഷേത്രോത്സവങ്ങൾ, അതുപോലെ വള്ളം കളികൾ എന്നിവയെല്ലാം വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടി പ്രചരിപ്പിച്ചു. കേരളം വിവിധ അനുഭവങ്ങൾ നൽകുന്ന ഒരു ടൂറിസം കേന്ദ്രമായി വളർന്നു. ഈ വളർച്ചയുടെ തോത് വർദ്ധിപ്പിക്കുന്നതിൽ മാസികകളുടെയും പത്രവാർത്തകളുടെയും പങ്ക് വളരെ വലുതാണ്. നാഷണൽ ജിയോഗ്രഫിക് ട്രാവലർ മാസിക ലോകത്ത് കാണേണ്ട 50 പ്രധാന സ്ഥലങ്ങളിലൊന്നായി കേരളത്തെ തിരഞ്ഞെടുക്കുകയുണ്ടായി. ഇവിടുത്തെ ടൂറിസത്തിൻ്റെ മുഖമുദ്ര കായലിലൂടെ ഒഴുകി നടക്കുന്ന ഹൗസ് ബോട്ടുകളാണ്. ഈ ഹൗസ് ബോട്ടുകൾ വിനോദസഞ്ചാരികൾക്ക് ഭക്ഷണവും വിനോദവും നൽകുന്നു. എന്നാൽ ഈ കായലിലൂടെ ഒഴുകുമ്പോൾ അവ നിശബ്ദമായി മാലിന്യങ്ങൾ പുറന്തള്ളുന്നു. ഈ ബോട്ടുകൾ അഥവാ കെട്ടുവള്ളങ്ങൾ ഒഴുകുന്ന വീടുകളാകുന്നതിന് മുൻപ് കേരളത്തിലുടനീളം അരിയും സുഗന്ധവ്യഞ്ജനങ്ങളും കഥകളുമൊക്കെ കൊണ്ടുപോയിരുന്ന വ്യാപാരത്തിൻ്റെ ജീവനാഡിയായിരുന്നു. എന്നാൽ റോഡുകൾ ജലപാതകളെ മാറ്റി സ്ഥാപിച്ചപ്പോൾ അവ ഒരു പുതിയ രൂപം സ്വീകരിച്ചു. ജലത്തിലെ ആഡംബരമായി, വിനോദസഞ്ചാരികൾക്കുള്ള സൗകര്യമായി, ഒപ്പം കായലിന് മാലിന്യവുമായി. വർദ്ധിച്ചു വരുന്ന കായൽ ടൂറിസം ഹൗസ് ബോട്ടുകളുടെയും ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും എണ്ണത്തിൽ വലിയ വർധനവുണ്ടാക്കി. ഇത് മാലിന്യോൽപാദനത്തിന് വലിയ കാരണമായി. ഒരു കാലത്ത് ഈ ഹൗസ് ബോട്ടുകൾ വേമ്പനാടിൻ്റെ കായൽ ഭംഗി ആസ്വദിക്കാനുള്ള സുസ്ഥിരമായതും മലിനീകരണമില്ലാത്തതുമായ ഒരു ഉപാധിയായി കണക്കാക്കപ്പെട്ടിരുന്നു. വഞ്ചി വീടുകളുടെ എണ്ണം കുത്തനെ ഉയർന്നത് വേമ്പനാട് കായലിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്ക് ഭീഷണിയെന്ന് CAG റിപ്പോർട്ട്. വേമ്പനാട്ട് കായലിന്റെ തീരത്തെ ചില ഹൗസ് ബോട്ടുകളിലെ കക്കൂസ് മാലിന്യവും നേരിട്ട് കായലിലേക്കാണ് ഒഴുക്കിവിടുന്നത്. ഇന്ന് 1400-ലധികം ഹൗസ് ബോട്ടുകൾ ഈ ജലത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. ഓരോ പുതിയ ബോട്ടിനൊപ്പവും ഒരു ഭാരം കൂടി വരുന്നു. കായലിന്, അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങൾക്ക്. ടൂറിസം ഇപ്പോഴും സുസ്ഥിരമാണോ, അതോ നമ്മൾ അതിരുകൾ ലംഘിക്കുകയാണോ? ഈ വില നൽകേണ്ടി വരുന്നത് ഈ കായലാണ്, അതുപോലെ ഈ കായലിനെയും അതിൻ്റെ സമ്പത്തിനെയും ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളും. ഈ മലമാലിന്യങ്ങൾ മുഴുവൻ നമ്മുടെ കായലിലെത്തുകയാണ്. കായലിലെത്തിയിട്ട് ഏറ്റവും അധികം ബാധിക്കുന്നത് മത്സ്യത്തൊഴിലാളിയാണ്. കഴിഞ്ഞ 40 വർഷമായി ഈ കായലിൽ മീൻ പിടിക്കുന്ന വിശ്വനാഥനെ പോലെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നു. കായലിന് വന്ന മാറ്റങ്ങൾ അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ എൻ്റെയൊക്കെ കൊച്ചിലെ എൻ്റെ അച്ഛനൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ധാരാളം മത്സ്യം ഉണ്ടായിരുന്നു. ധാരാളം മത്സ്യം, നൂറുകണക്കിന് 10-70ഓളം ഇനം മത്സ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു.
മഞ്ഞക്കൂരി, കരിമീൻ, നച്ചു കരിമീൻ, അല്ലെങ്കിൽ വാള, കണമ്പ്, പൂമീൻ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ വിവിധ ഇനം കൊഞ്ച് അങ്ങനെയുള്ള ഒരു 70 ഇന്ന് അതിന്റെ ഒരു 4-1 ഇനം മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നലെയും പോയി ഇവിടെ ഈ ഇരിക്കുന്നതിന്റെ സമയത്ത് ഞാൻ അക്കരെ ഇവിടെ എല്ലാം വളച്ച് 2-3 കിലോ വലയിട്ട് എനിക്ക് കിട്ടിയത് ഒരു 150 രൂപയുടെ മീൻ കിട്ടിയിട്ടുണ്ട്. ആ 150 രൂപയുടെ മീൻ കിട്ടിയപ്പോഴത്തേക്ക് എൻ്റെ ഒരു 200 രൂപയുടെ വല കീറിപ്പോകുന്നു. മറ്റൊന്ന് ടൂറിസം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസം ഹൗസ് ബോട്ടുകളുള്ള ഒരു പ്രദേശം ആലപ്പുഴ. 100 കണക്കിന് ഹൗസ് ബോട്ടുകളുണ്ട്. അവിടുത്തെ ഈ ഹൗസ് ബോട്ടുകൾ കിടക്കുന്ന ആ ഇടങ്ങളിലെ വെള്ളം കരിയോയിലിന് തുല്യമായിട്ടുള്ള വെള്ളമാണ്. കാരണം ഈ ഹൗസ് ബോട്ടിനകത്തു നിന്നുള്ള ഡീസലായാലും പെട്രോളായാലും അതിൻ്റെ മാലിന്യവും. അദ്ദേഹം ആ മാറ്റം കണ്ടിട്ടുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. മത്സ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു, പല മത്സ്യയിനങ്ങളും ഇല്ലാതായിരിക്കുന്നു. അദ്ദേഹത്തിനറിയാം ഈ കായൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിൻ്റെ ഒരു പ്രധാന കാരണം ഇവിടുത്തെ ടൂറിസവുമാണ്. വേമ്പനാട് കായലിൽ സർവീസ് നടത്തുന്ന പല ഹൗസ് ബോട്ടുകളും ഈ പ്രദേശത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവയല്ല. ഇവയിൽ ചില ബോട്ടുകൾ രജിസ്റ്റർ ചെയ്യാതെ നിയമവിരുദ്ധമായി സർവീസ് നടത്തുന്നു. ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വ്യാജ നമ്പർ പ്ലേറ്റുകൾ വരെ ഉപയോഗിക്കുന്നു. ഹൗസ് ബോട്ടുകളിൽ നിന്നുള്ള ശരിയായ രീതിയിലുള്ള മാലിന്യ സംസ്കരണം നിയന്ത്രിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും നിയമങ്ങളുണ്ടെങ്കിലും അവയൊന്നും ശരിയായി പാലിക്കപ്പെടുന്നില്ല. ചില ഹൗസ് ബോട്ട് ഉടമകൾ ഈ പ്രശ്നം അംഗീകരിക്കുന്നു. ഇത് പരിഹരിക്കാൻ നടപടികൾ എടുക്കുന്നുണ്ടെന്ന് അവർ പറയുന്നു. യാഥാർത്ഥ്യമാണത്. പിന്നെ മലിനീകരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടുത്തെ ടോയ്ലറ്റ് സംവിധാനം എന്നൊക്കെ പറഞ്ഞാൽ ബയോ ടാങ്ക് ഉണ്ട്. ആ ഇതൊന്നും ഇതിലേക്ക് പോകുന്നില്ല. നേരത്തെ നമ്മൾ ആഹാരത്തിൻ്റെയും അങ്ങനെയുള്ളതൊക്കെ മിച്ചം വരുന്നതൊക്കെ ഇപ്പം അതും സ്റ്റോക്ക് ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് ജൈവം അതൊക്കെ മാറ്റി നമ്മൾ പ്ലാസ്റ്റിക്കൊന്നും പുറത്തോട്ട് വലിച്ചെറിയാതെ നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ടൂറിസത്തിൻ്റെ അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ ഇപ്പോൾ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ജോയ് ഉത്തരവാദിത്തമുള്ളൊരു ഹൗസ് ബോട്ട് ജീവനക്കാരനാണെങ്കിലും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ പെട്ടെന്ന് ലാഭമുണ്ടാക്കുക മാത്രം ലക്ഷ്യമിടുന്ന നിരവധി ഉടമകളുമുണ്ട്. ആയിരക്കണക്കിന് ബോട്ടുള്ള ഈ ഒരു പ്രദേശത്ത് ഒരു ശരാശരി ഒരു ദിവസം 10,000 പ്ലാസ്റ്റിക് കുപ്പി ഈ വേമ്പനാട് കായലിൽ വീഴുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു മാലിന്യങ്ങൾ അവർ ഉപയോഗിക്കുന്ന മാലിന്യങ്ങളെല്ലാം അവിടെ നീക്കം ചെയ്യുന്നതിന് ടൂറിസം മേഖലയ്ക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഈ അവഗണന വേമ്പനാട് കായലിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാക്കുന്നതിന് കാരണമാകുന്നു. വേമ്പനാട് കായലിൽ ഏറ്റവും എല്ലാവർക്കും അറിയാവുന്ന പോലെ മലിനീകരണം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മുടെ ഇന്റർവെൻഷൻസ് കൃഷി കൊണ്ടോ ടൂറിസം കൊണ്ടോ മറ്റ് വലിയ വലിയ വേസ്റ്റ് ഡിസ്പോസൽ കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന മലിനീകരണമാണ് ഇതിപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം. മലിനീകരണം ഉണ്ടാകുന്നതുകൊണ്ടുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മത്സ്യസമ്പത്തിനെ അത് വലിയ ദോഷകരമായിട്ട് ബാധിക്കും, ടൂറിസത്തെ ബാധിക്കും. പിന്നെ ഇതിനകത്ത് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പൊല്യൂഷൻ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പൊല്യൂഷനാണ് ഇതിനകത്ത് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അപ്പോൾ വേമ്പനാട് ലേക്കിനെ സംരക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ അവിടുത്തെ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. കാരണം അവിടുത്തെ ഒരു ആവാസ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം മത്സ്യബന്ധനം ഉപജീവനം നടത്തുന്ന ആൾക്കാരാണെങ്കിലും ടൂറിസം കൊണ്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരാണെങ്കിലും കൃഷി കൊണ്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരാണെങ്കിലും ഇവരൊക്കെ ഈ ഒരു സിസ്റ്റത്തിനെ സംരക്ഷിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള കുഴപ്പം നമുക്ക് നമ്മൾ പറയുന്നത് നമുക്ക് ആ ഒരു സിസ്റ്റത്തെ നമ്മൾ നശിപ്പിച്ചുകൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒരു തരത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു ചേരും ഭാവിയിൽ, പക്ഷെ വന്നു ചേർന്നേക്കാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് അവിടുത്തെ സിസ്റ്റത്തിന് ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിലുള്ള മെഷേഴ്സ് കൊണ്ടുവരിക, സ്റ്റെപ്സ് എടുക്കുക. ഭരണകൂടവും ഇതിനോട് പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ബോധവൽക്കരണ പരിപാടികളും കൂട്ടശുചീകരണ പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നു. മാസ് ക്ലീനിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 18/1 ഓൾറെഡി മാസ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ആ ക്ലീൻ കഴിഞ്ഞു. അപ്പം അത് കൂടാതെ നമ്മളിപ്പം എല്ലാ ബുധനാഴ്ചയും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് 7 ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്ന് നമ്മൾ മാസ് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവയർനെസ് കൊടുക്കാറുണ്ട്. എല്ലാ ഹൗസ് ബോട്ടിങ് കൊടുത്തിട്ടുണ്ട്. കാരണം പ്ലാസ്റ്റിക് നിങ്ങൾ പുറത്താക്കരുത് അല്ലെങ്കിൽ എറിയരുന്നുള്ള ലെവലിൽ നമ്മൾ എല്ലാ അവയർനെസ് കൊടുത്തിട്ടുണ്ട്. വെല്ലുവിളി പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനമാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ വെല്ലുവിളികളും നിലനിൽക്കുമ്പോഴും സുസ്ഥിരമായ രീതിയിലേക്കുള്ള ശ്രമങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്നിരുന്നാലും പ്രതീക്ഷകൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല.
പ്രാദേശിക സമൂഹങ്ങൾ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തിയും ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചും ഈ താളം തെറ്റിയ അവസ്ഥയെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ആലപ്പുഴയെ സംബന്ധിച്ചോളം നമുക്കറിയാവുന്ന മാതിരി ഏകദേശം 13% ഭാഗം മൊത്തം വെള്ളക്കെട്ടാൽ ചുറ്റപ്പെട്ടതാണ്. അതിൽ തന്നെ മേജർ പങ്ക് നമ്മുടെ വേമ്പനാട് കായലാണ്. 4 ജില്ലയിൽ കേന്ദ്രീകരിച്ച് കിടക്കുന്ന ഈ ഒരു ഇതിൻ്റെ 57% നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കായൽ സംരക്ഷിക്കുക, അതിനെ പുനരുദ്ധരിപ്പിക്കുക ഒരു ആവശ്യം നമ്മളെ ശ്രമമുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നമ്മളെ ജനുവരി മാസം 18 ഇതിൻ്റെ 1-ാം ഘട്ടം നമ്മൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി. തന്മൂലം 12.73 ടണ്ണ് പ്ലാസ്റ്റിക് ഒറ്റ ദിവസം മാറ്റാൻ സാധിച്ചു. അനിയന്ത്രിതമായ ടൂറിസം, മാലിന്യപ്രശ്നം എന്നിവ അവിടുത്തെ ജനങ്ങളുടെ ഉപജീവനമാർഗത്തെയും പരിസ്ഥിതിയെയും ഒരുപോലെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു. ടൂറിസം ഈ നാടിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണെന്നത് ശരിയാണ്. എന്നാൽ ടൂറിസത്തോടൊപ്പം ജനങ്ങളുടെ ഉപജീവനമാർഗവും പരിസ്ഥിതിയും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ സുസ്ഥിരമായ ടൂറിസം രീതികൾ നടപ്പാക്കുകയും കായലിനെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്. വേമ്പനാട് ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ പൂർണ്ണമായ നിർവചനമാണ്. ഈ കായൽ നമുക്ക് സൗന്ദര്യവും വ്യക്തിത്വവും ജീവിതമാർഗവും നൽകും. എന്നാൽ നമ്മളിതിനെ പരിപാലിച്ചില്ലെങ്കിൽ, നമ്മളിതിനെ ഉപേക്ഷിച്ചാൽ നമുക്കെന്താണ് ബാക്കിയുണ്ടാവുക? സുസ്ഥിരത വെറുമൊരു വാക്കല്ല, വേമ്പനാടിൻ്റെയും നമ്മുടെയും ഭാവിയിലേക്കുള്ള താക്കോലാണ്.